നമസ്കാരം. ബിസിനസ് ഫോറമിലേക്ക് സ്വാഗതം. നവരകൃഷിയുടെ സാധ്യതകൾ, കേരളത്തിൽ വ്യാപകമാകുന്ന ഹെലികോപ്റ്റർ സർവീസുകൾ, വാഴനാരുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ എന്നിവ ഇത്തവണ ബിസിനസ് ഫോറമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ ക്ഷീരമേഖലയിൽ പുത്തൻ വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുക്കിയിരിക്കുന്ന മാട്ടുപ്പെട്ടിയിലെ ഹൈടെക് ഫാം, നിസാന്റെ പുതിയ MUV ഇവാലിയുടെ വിശേഷങ്ങൾ എന്നിവ കാണാം ഇത്തവണ ബിസിനസ് ഫോറമിൽ. വളരെയധികം സാധ്യതകളുള്ള ഒന്നാണ് നവരകൃഷി. ലോകത്തിലാകമാനം 10 ഹെക്ടറിൽ താഴെ മാത്രമേ നവര കൃഷി ചെയ്യുന്നുള്ളൂ. മറ്റു സംസ്ഥാനങ്ങളിലും കാര്യമായി നവര കൃഷി ചെയ്യുന്നില്ല. നവര കൃഷി ചെയ്ത് ആഗോള പ്രശസ്തി നേടിയ പാലക്കാട്ടെ ഒരു കർഷകനെ പരിചയപ്പെടാം ഇത്തവണ ബിസിനസ് ഫോറമിൽ. നവരകൃഷി ഒരു വ്രതമായി നടത്തുന്നവരാണ് പാലക്കാട് ചിറ്റൂരിലെ കറുകമണിക്കളത്തിലെ പി നാരായണൻ ഉണ്ണിയും കുടുംബവും. ചിറ്റൂർ കോളേജിൽ നിന്ന് ബികോം ബിരുദമെടുത്ത് ഫാർമസ്യൂട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷനും പിന്നെ എക്സിബ്യൂട്ടറുകളുടെ വടക്കൻകേ വിതരണക്കാരനുമായി ബിസിനസ് രംഗത്ത് സജീവമായുണ്ടായിരുന്ന ഉണ്ണി 1995-ലാണ് കൃഷിയിലേക്ക് തിരിയുന്നത്. ഇപ്പോൾ മുഴുവൻ സമയ ജൈവ കർഷകനാണ്. ഉണ്ണിയുടെ ശ്രമഫലമായാണ് നവരയ്ക്ക് ഭൌമശാസ്ത്ര സൂചികാ പദവി ലഭിച്ചത്. ഉണ്ണിയുടെ 18 ഏക്കർ കൃഷിയിടം മുഴുവൻ ഓർഗാനിക് സർട്ടിഫൈഡ് ആണ്. വർഷത്തിൽ ഒരു തവണ മാത്രമേ നവര കൃഷി ചെയ്യാനാവൂ. 12 ഏക്കറിൽ നവരയും പിന്നെ പച്ചക്കറിയും മറ്റു വിളകളുമെല്ലാം ഉണ്ണി പരിപാലിക്കുന്നുണ്ട്. നെല്ല്, തെങ്ങ്, പ്ലാവ്, പുളി ഇങ്ങനെ എല്ലാമെല്ലാം ഉണ്ണിയുടെ ഓർഗാനിക് ഫാമിലുണ്ട്. ഒട്ടനവധി ഗുണങ്ങളുള്ളതാണ് നവര. വേഗം ദഹിക്കുകയും മാംസപേശികൾക്ക് ബലം നൽകുകയും ചെയ്യുന്നതാണ് നവര. പോളിയോ ചികിത്സയിൽ വരെ സ്ഥാനമുണ്ട്. ക്യാൻസർ വരെ തടുക്കാൻ നവരയ്ക്ക് സാധിക്കും. ക്ഷീണിച്ച ശരീരത്തിന് അധിക ഊർജ്ജം നൽകാനും നവരയ്ക്ക് കഴിയും. നവര വളരെ പണ്ടുകാലം തൊട്ട് തന്നെ രണ്ട് രീതിക്കാണ് അത് ഉപയോഗം ഉണ്ടായിരുന്നത്. കേരളത്തിന്റെ തനതായ ആയുർവേദ ചികിത്സ, പഞ്ചകർമ്മ ആയുർവേദ ചികിത്സാ സമ്പ്രദായത്തിൽ നവരക്കിഴി, നവരത്തേപ്പ് എന്നുള്ളത് പുറമേക്ക്, ശരീരത്തിന് പുറമെ വാദം, പക്ഷാഘാതം, കുട്ടികളുടെ പോളിയോ അങ്ങനെയുള്ളത് ഉപയോഗിച്ച് ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിരുന്നു, ഇപ്പോഴും ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് ഭക്ഷണമായിട്ട് കഴിക്കുമ്പോൾ എല്ലാ പ്രായക്കാർക്കും, ചെറിയ കുട്ടികൾ തൊട്ടിട്ട് പ്രായക്കാർക്ക് വരെ പല രൂപത്തിൽ നമ്മൾ ഭക്ഷണത്തിൽ ഒരു ദിവസത്തെ ഭക്ഷണത്തിൽ ഒരു നേരമെങ്കിലും ഉൾപ്പെടുത്തുകയാണെങ്കിൽ ശരീരത്തിന്റെ പോഷണത്തിനും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും അത് വളരെ സഹായകമാണ്. ജനങ്ങൾ നവരകൃഷി രീതിയിലേക്ക് കടക്കാൻ മടിക്കുന്നത് അതിന് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണെന്നും വിളവ് കുറച്ചേ നൽകൂ എന്നതുകൊണ്ടുമാണ്. എന്നാൽ വിൽപ്പനയിൽ കുറവ് വരാതിരിക്കാൻ ഉണ്ണി പരിഹാരവും കണ്ടു. ഓൺലൈൻ വിൽപ്പനയും. www.navara.in എന്ന ഒരു വെബ്സൈറ്റും ഉണ്ണി തയ്യാറാക്കി. ഇപ്പോൾ ലോകത്തെ ഏതൊരാൾക്കും ഉണ്ണിയുടെ പക്കൽ നിന്നും നവര വാങ്ങാം. കരയിലും നവര കൃഷി ചെയ്തെടുക്കാം. അധികം വെള്ളം ആവശ്യമില്ലാത്ത നവര ഇടവപ്പാതി തുടങ്ങുമ്പോൾ വിതച്ചാൽ ചിങ്ങത്തിൽ കൊയ്യാം. 60 ദിവസത്തിൽ മൂപ്പെത്തുന്ന നവരയ്ക്കാണ് ഔഷധ ഗുണമുള്ളതായി കണക്കാക്കുന്നത്. കറുത്ത മണികളുള്ള കറുത്ത നവരയ്ക്കും ചുവന്ന മണികളോടുകൂടിയ ചുവന്ന നവരയ്ക്കും ഔഷധ ഗുണമുണ്ട്. താഴ്ചക്കണ്ടങ്ങളെ അപേക്ഷിച്ച് പറമ്പുകളിലും പൊക്കക്കണ്ടങ്ങളിലും കൃഷി ചെയ്തെടുക്കുന്ന നവരയ്ക്കാണ് ഔഷധമൂല്യം ഏറെ. വളരെ ബലം കുറഞ്ഞ മെലിഞ്ഞ തണ്ടുകളാണ് നവരയുടേത്. കതിര് വരും മുൻപ് തന്നെ വീണുപോകുന്ന സ്വഭാവവും കാണിക്കുന്നു. ജൈവവളം ഉപയോഗിച്ചുള്ള കൃഷിരീതിയാണ് നവരനെല്ലിന്റെ ഔഷധഗുണം നിലനിർത്താൻ ഉത്തമം. ഉത്തര കേരളത്തിൽ കറുത്ത നവരയ്ക്കാണ് കൂടുതൽ പ്രാധാന്യമെങ്കിൽ ദക്ഷിണ കേരളത്തിൽ ചുവന്ന നവരയാണ് കൂടുതൽ പ്രചാരത്തിലുള്ളത്. നല്ലപോലെ പ്രചരണം നടത്തിയാൽ മറ്റു കേരളീയ വിഭവങ്ങൾക്കെന്ന പോലെ നവരയെയും അവതരിപ്പിക്കാമെന്നുള്ളതിൽ സംശയമില്ല. അത് വളരെ നന്നായിരിക്കും. കാരണം ഇത് ഇത്രയും നല്ല ഒരു അമൂല്യമായിട്ടുള്ള കേരളത്തിന്റെ തനതായ ഒരു കാർഷിക വിഭവം നമ്മുടെ കയ്യിലുണ്ടായിട്ടും അത് ശരിക്ക് ആവശ്യക്കാർക്ക് എത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് വളരെ വലിയൊരു വിടവാണത്. അത് തീർച്ചയായിട്ടും നമുക്കത് നേടാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും, സമൂഹത്തിനാകെ തന്നെ അത് വളരെ നന്നായി. ഉണ്ണിയെ മാതൃകയാക്കി ശാസ്ത്രീയ വിൽപ്പന അവലംബിച്ചാൽ നേട്ടങ്ങൾ കൊയ്യുകയും ചെയ്യാം.